അങ്ങനെ പഞ്ചായത്ത് രാജ് സ്ഥാപനത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രകടന പത്രികകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. BJP പറയുന്നത് കോർപ്പറേഷനിൽ പിടിച്ചാൽ 35-40 ദിവസത്തിനകം മോഡി നേരിട്ട് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്ന് പ്ലാൻ പറയും. തിരുവനന്തപുരം നഗരത്തെ എങ്ങനെയാണ് ബാഴ്സലോണയാക്കുന്നതോ ലണ്ടനാക്കുന്നതോ ലോകത്തിലെ ഏറ്റവും വലിയ നഗരമാക്കുന്നത് എങ്ങനെയെന്ന് മോഡി വന്ന് മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുമെന്നത്. എന്തൊരു മോഹന സുന്ദര വാഗ്ദാനമാണ്. നടന്നാൽ അടിപൊളി. അപ്പോൾ മോഡി നേരിട്ട് വരുമെന്നാണ് പറയുന്നത്. കേരളത്തിന് തലസ്ഥാനത്തിന് ആവശ്യമായ വലിയ തുക നൽകുമെന്നാണ് ഉണക്ക് നമ്മളൊക്കെ രക്ഷപ്പെട്ടു. അപ്പോൾ എന്തായാലും അത് പറയുന്നുണ്ട്. എന്നാൽ LDF UDF മറ്റ് ചില വാഗ്ദാനങ്ങളാണ് പറയുന്നത്. LDF പറയുന്നത് അതിദരിദ്രരെ അവർ റെഡിയാക്കിയെടുത്തു. ഇനി കേവല ദാരിദ്ര്യം കൂടി ഇല്ലാതാക്കും, തൊഴിലില്ലായ്മ ഇല്ലാതാക്കും, അതുപോലെ തന്നെ ഒരുപാട് യുവതികൾക്ക് ജോലി കൊടുക്കും, പിന്നെ അതുപോലെ വീടില്ലാത്ത എല്ലാവർക്കും വീട് കൊടുക്കും, റോഡ് കൊടുക്കും, പാലം കൊടുക്കും, ഇങ്ങനെ തുടങ്ങി അവർ ഒരു വഴിക്ക് ഒരു വള്ളം കയറി പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ആശാ വർക്കേഴ്സിന് 2000 രൂപ അലവൻസ് കൂട്ടി കൊടുത്തുകൊണ്ട് UDF രംഗത്ത് വന്നിട്ടുണ്ട്. എങ്ങനെ നോക്കിയാലും 2000 കൂടെ കൊടുത്താൽ 21,000 എത്തുന്നില്ലല്ലോ. പക്ഷേ ആശാ വർക്കേഴ്സിന് 21,000 എത്തണ്ടേ? അതല്ലേ അവരുടെ ഡിമാൻഡ്. ഇവിടെ 21,000 കൊടുക്കാമെന്ന പ്രകടന പത്രികയിൽ LDF പറഞ്ഞിട്ട് കൊടുത്തില്ല. എല്ലാ സ്കീം തൊഴിലാളികൾ ആശാ വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ സ്കീം തൊഴിലാളികൾക്കും 21,000, അംഗനവാടി ആശാ വർക്കേഴ്സ്, ഹെൽപ്പേഴ്സ്, ഹരിതകർമ്മസേന, അങ്ങനെ എല്ലാവർക്കും 21,000 കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നടന്നിട്ടില്ല. അപ്പോഴാണ് ഇവിടെ പറയുന്ന 2000 കൂട്ടി കൊടുക്കുന്നത്. അതെന്തൊരു കണക്കാണ്? നിങ്ങൾ 21,000 കൊടുക്കുമെന്ന് പറയണം. അതുപോലെ ആശാ വർക്കേഴ്സിന് മാത്രം പറഞ്ഞാൽ മതി. അവർ സമരം ചെയ്തുകൊണ്ടാണ്. അംഗനവാടി വർക്കേഴ്സ് ഉണ്ട്, ഇവിടെ അംഗനവാടി ഹെൽപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ കാര്യം കൂടി പറയണം. അപ്പോൾ അംഗനവാടി വർക്കേഴ്സ്, ഹെൽപ്പേഴ്സ് എന്നൊക്കെ കാര്യങ്ങൾ പറയണം. അതുപോലെ തന്നെ പിന്നെ തദ്ദേശ സ്വയംഭരണ സീറോ വേസ്റ്റ് ഇല്ലാതാക്കും. സ്ഥാപനങ്ങളിൽ യുവാക്കൾക്ക് വേണ്ടി പ്രത്യേക പരിപാടി നടപ്പാക്കും. സേവാഗ്രാമ പരിപാടി നടപ്പിലാക്കും. സ്ത്രീകളെ യുവാക്കളെ ലക്ഷ്യമിട്ടുള്ള ഒരുപാട് വാഗ്ദാനങ്ങളാണ്. ദാരിദ്ര്യ നിർമ്മാണ ആശ്രയ പദ്ധതി നവീകരിച്ച് 2ാമത്തെ ആശ്രയം നടപ്പിലാക്കും. ഉമ്മൻചാണ്ടി ഇരുന്ന കാലത്താണ് 1ാം ആശ്രയം വന്ന് 2ാം ആശ്രയം തെരുവ് നായശല്യത്തിനെതിരെ പദ്ധതികൾ ഉണ്ടാക്കും. വന്യജീവി സംരക്ഷണം, വന്യജീവികൾ വന്ന് നാട്ടിൽ വന്ന ആളുകളെ ശല്യം ചെയ്യുന്നതിനെതിരെ വന്യജീവികളുടെ പുനരധിവാസവും വന്യജീവികളെ സംരക്ഷിക്കുന്നതിനുള്ള പരിപാടികൾ നടത്തും. കോർപ്പറേഷനിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോലെ പൊതുഗതാഗത സംവിധാനം ഏർപ്പെടുത്തും. ചുരുക്കത്തിൽ വിമാനത്താവളം വരുമെന്ന് പണ്ടത്തെ സിനിമയെ പറഞ്ഞതുപോലെ എല്ലാം കൂടി അടിച്ച് പൊളിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഗ്രാമീണ റോഡുകളെല്ലാം ഗുണനിലവാരമുള്ളതാക്കും. എല്ലാവർക്കും വീട് ഉറപ്പുവരുത്തും. തൊഴിലുറപ്പ് പദ്ധതികൾ കുറെ കൂടി കാര്യക്ഷമമാക്കും. മയക്കുമരുന്നിൽ നിന്ന് യുവജനങ്ങളെ രക്ഷിക്കുവാനുള്ള പരിപാടികൾ നടത്തും. പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തും. ടൂറിസം പദ്ധതികൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് ലോക്കൽ ബോഡികൾക്ക്, അതേ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് വലിയ സഹായം കൊടുക്കും. തെരുവിളക്കൾ കംപ്ലീറ്റ് കത്തിക്കും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറേ കത്തുന്നില്ല. എല്ലാ ഗ്രാമങ്ങളിൽ നിന്ന് ആധുനിക മാർക്കറ്റ്, വൃത്തിയുള്ള ഉറപ്പുള്ള മാർക്കറ്റുകൾ എന്നിവയെല്ലാം റെഡിയാക്കുക. 100 ദിന തൊഴിൽ ഉറപ്പ് വരുത്തും. സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുന്ന പ്രത്യേക പദ്ധതികൾ കൊണ്ടുവരും. എന്തൊക്കെ ബഹളങ്ങളാണ്. 13% പഞ്ചായത്ത് ഫണ്ട് ഇതിനായി മാറ്റിവെക്കുമെന്നും പ്രകടന പത്രികയിൽ. ആശാ വർക്കേഴ്സിന് ഞാൻ പറഞ്ഞു 2000 കൊടുക്കുന്നു. അപ്പോഴും അംഗനവാടിക്കാരോ മറ്റുള്ള സ്കീമുകാരെ കുറിച്ച് പറയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, CP ജോൺ, ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവരാണ് പ്രകടന പത്രിക പ്രഖ്യാപന വേദിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ വലിയ ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ അവരാണ് AICCയുടെ പ്രതിനിധി. അവരുടെ നേതൃത്വത്തിൽ രമേശ് ചെന്നിത്തലയും VD സതീശനും സണ്ണി ജോസഫും PK കുഞ്ഞാലിക്കുട്ടിയും CP ജോണും അങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ പ്രമുഖരായിട്ടുള്ള എല്ലാവരും കൂടി വന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ആശാ വർക്കേഴ്സിന് 2000 കൊടുക്കും. അങ്ങനെ എല്ലാവർക്കും വലിയ മോഹന സുന്ദര വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് UDFൻ്റെ പ്രകടന പത്രിക. ഇനി BJP എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയില്ല. BJP ഒരുപടി കൂടുതലാണല്ലോ പറയാൻ സാധ്യത. ഇവർ 2 കൊടുക്കുമെങ്കിൽ അവർ 4 കൊടുക്കുമെന്നാണല്ലോ. കാരണം ബീഹാറിലൊക്കെ നമ്മളിത് കണ്ടതാണല്ലോ. ഇപ്പോൾ 10,000 കൊടുത്തല്ലോ. അതുകൊണ്ട് ഇനി എത്രയാണ് ആശാ വർക്കേഴ്സിന് BJP വെച്ചിരിക്കുന്നത്? എത്രയാണ്? BJPക്ക് വേണ്ടി സംസ്ഥാന ഭരണം കിട്ടണം, എങ്കിലേ കൊടുക്കാൻ പറ്റുകയുള്ളൂ. പഞ്ചായത്ത് ഭരണം കിട്ടിയതുകൊണ്ട് BJP കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ BJP ഇപ്പോൾ പറയുന്നതിനകത്ത് വലിയ അർത്ഥമുണ്ടോ തോന്നുന്നില്ല. പക്ഷേ പഞ്ചായത്തുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ, കോർപ്പറേഷൻ നഗരസഭകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്ത് ചെയ്യുമെന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. BJPയുടെ പ്രകടന പത്രിക വരാനിരിക്കുന്നു. കോൺഗ്രസിൻ്റെ വന്നു കഴിഞ്ഞു, CPMൻ്റെ വന്നു കഴിഞ്ഞു. ഇനി CPI പോലുള്ള സംഘടനകളും എല്ലാവരും ഒക്കെ പ്രകടന പത്രികകൾ വരട്ടെ. പ്രകടന പത്രികയിൽ എന്ത് പറഞ്ഞാൽ എന്താ, നമ്മൾ കൊടുക്കാതിരുന്നാൽ പോരെ എന്നൊരു ചോദ്യം പിന്നാമ്പുറത്ത് ചോദിക്കുന്നുണ്ട്. അത് പക്ഷേ കൊടുക്കാതിരുന്നാലും മതി. കാരണം എന്തെല്ലാം കാര്യം നമ്മൾ പ്രകടന പത്രികയിൽ പറഞ്ഞു. പങ്കാളിത്ത പെൻഷൻ എടുത്ത് കളയും, 21,000 രൂപ ശമ്പളം കൊടുക്കും, ശമ്പളം കൊടുക്കും, പിന്നെ എന്തെല്ലാം കാര്യങ്ങളും പറഞ്ഞു. അതെല്ലാം നടപ്പിലാക്കിയില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും നടപ്പിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. മനപ്പായസത്തിൽ മധുരം കുറയ്ക്കരുത്, വരട്ടെ. ആവശ്യമുള്ള വാഗ്ദാന പെരുമഴയാണ് വന്നിരിക്കുന്നത്. പ്രകൃതിയിലും മഴ, പ്രകടന പത്രികയിലും പെരുമഴ.